ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞാനിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടൗണിൽ പോയിട്ട് ഒരു വിധമായിട്ടുണ്ട് കേട്ടോ. ഒന്നരാടം വിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ടൗണിലേക്ക് പോകേണ്ട അവസ്ഥയാണ്. ഒന്നില്ലെങ്കിൽ കല്യാണം, അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബശ്രീയുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ബാങ്കിൽ പോകണം, അങ്ങനെ ഓരോരോ ഇത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ടൗണിലേക്ക് വരേണ്ട അവസ്ഥയാണ് കേട്ടോ. ഇന്നിപ്പോൾ നമ്മുടെ കുടുംബശ്രീയുടെ ADS ഓഫീസ് പുതുതായിട്ട് പണി കഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വന്നിട്ട് ഒരു കസേര നമ്മുടെ കുടുംബശ്രീയിൽ നിന്ന് സ്പോൺസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. ഒരു വീട്ടിലേക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഷോപ്പിലേക്ക് ആയിക്കോട്ടെ, എന്താണോ നമുക്ക് ആവശ്യം എന്നുള്ളത് ആ ഒരു സാധനം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിറങ്ങി പോരേണ്ട ഒരു അവസ്ഥ വരില്ല കേട്ടോ. ഈ ഒരു കുരുക്കൾ മെറ്റൽസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തിരഞ്ഞെടുത്ത് നമുക്ക് പർച്ചേസ് ചെയ്യാം. നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്കുള്ള കളക്ഷൻ ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊരു 3-4 കടകൾ ഒരുമിച്ചിട്ടാണ് കേട്ടോ ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഏട്ടനനിയന്മാരെയാണ്. 3-4 കടകളും അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ചെയർ ഇതാണ്. അത്യാവശ്യം കാണാനും ഒരു ലുക്കും ഒരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ മറ്റേ അതിൻ്റെ ബാക്കിലിരിക്കുന്ന ഒരു ബ്ലാക്ക് ഉണ്ടോ, അത് കാണാൻ അത്രയ്ക്ക് ഭംഗിയില്ല. പക്ഷെ അതിനാണ് കുറച്ചുകൂടെ റേറ്റ് കൂടുതൽ. ഞാൻ അവിടെ കയറിയിട്ട് വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇഷ്ടം പോലെ വീഡിയോ എടുത്തോളൂ, ഒരു കുഴപ്പമില്ല, നമ്മളങ്ങോട്ട് വൈറലാവട്ടെ എന്ന് അവിടെ ഇരുന്നിട്ട് ഒരാൾ പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ടാണ് ഒരു ഷോപ്പിലൊക്കെ കയറിയിട്ട് അങ്ങനെ ചോദിക്കുന്നത്. എനിക്ക് അത്രയ്ക്ക് പരിചയമൊന്നുമില്ല, പക്ഷെ എന്നാലും ഇനി ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കൂടുതലായിട്ട് ചെയ്തിരണം. ഓട്ടുപാത്രങ്ങളുടെയും സ്റ്റീൽ പാത്രങ്ങളുടെയും ഒക്കെ അതിമനോഹരമായിട്ടുള്ള കളക്ഷനാണ് കേട്ടോ. അപ്പോൾ വിവാഹ പാർട്ടികൾക്കൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ പാത്രങ്ങളൊന്നും കല്യാണത്തിന് പ്രസൻറ്റേഷനായിട്ടും അങ്ങനെ കൊടുക്കാറില്ല. അതുപോലെ തന്നെ സ്ത്രീധനായിട്ടാണെങ്കിൽ പണ്ടൊക്കെ പാത്രങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ അതൊന്നും അങ്ങനെ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഉണ്ടോ ഈ ഒരു സ്റ്റീലിൻ്റെ സ്പൂണുകളൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്, നമുക്ക് പർച്ചേസ് ചെയ്യാൻ തോന്നും അല്ലേ. ശ്രീനും ശ്രീകുട്ടിയും കാര്യമായിട്ട് തന്നെ നോക്കുന്നുണ്ട് കേട്ടോ പാത്രങ്ങളൊക്കെ. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇങ്ങനെ ഒരു തിളക്കമല്ലേ അതിൻ്റെയൊക്കെ. ശരിക്കും കണ്ണിനൊരു കുളിർമയാണ്. നമുക്ക് ഇതുപോലെയുള്ള കടകളിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒക്കെ വാരി വലിച്ചെടുക്കാനൊക്കെ തോന്നും. പക്ഷെ നമ്മുടെ കയ്യിലൊതുങ്ങുന്ന ബഡ്ജറ്റല്ലേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ വീട്ടിലാണെങ്കിലും പാത്രങ്ങളൊക്കെ ഒരുപാടുണ്ട്. അത് കാരണം പാത്രങ്ങളൊന്നും ഇപ്പോൾ വാങ്ങിക്കാറില്ല. പാത്രങ്ങൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ പാത്രം കഴുകുന്ന സോപ്പ്, ഡിറ്റർജൻറ്റ്, അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അതുപോലെ തന്നെ ടൈല് ക്ലീൻ ചെയ്യാൻ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ട്, ക്ലോറക്സ് എന്താണ് അതിൻ്റെ പേരെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടെ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് അതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിപ്പിച്ച് തരാം കേട്ടോ. അപ്പോൾ നേരെ ഞങ്ങൾ അതും വാങ്ങി കസേര ഓട്ടോയിലും കയറ്റിയിട്ട് നേരെ തിരിച്ചു കേട്ടോ. പിന്നെ ഇതാ വരുന്ന വഴിക്ക് ഈ ഒരു വീഡിയോ എടുത്തത് ശ്രീകുട്ടിയാണേ. ഞാൻ വീഡിയോ എടുക്കട്ടെ. പിന്നെ കസേര വാങ്ങി നേരെ വന്നത് ADS ഓഫീസിലേക്കാണ് കേട്ടോ. പിന്നെ അവിടെ വന്ന് കസേരയൊക്കെ ഞാൻ അവർക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ വാർഡിൽ 16-ാം വാർഡിലെ കൗൺസിലറാണ് ബിന്ദു ചേച്ചി. എനിക്ക് പിന്നെ കുടുംബശ്രീയുടെ കണക്കുകൾ കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇവർക്ക് കണ്ടോ ADS ഓഫീസിൻ്റെ നേരെ മുകളിലായിട്ടൊരു മാങ്ങ നിൽക്കുന്നുണ്ട്. വെച്ച അത്യാവശ്യം ചഴച്ച മാങ്ങയാണ്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കടിച്ച് തിന്നാണ് രണ്ടും കൂടിയിട്ട് കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങളിവിടെ നമ്മുടെ കുടുംബശ്രീ ഒരു മീറ്റിങ്ങിനായിട്ട് വന്നതാണ്. മാങ്ങ ഞങ്ങൾ വീട്ടിൽ നിന്ന് പൊട്ടിച്ചത്. അവള് വീട്ടിൽ നിന്ന് ഉദ്ദേശിച്ചത് ADS ഓഫീസിന്റെ തൊട്ടടുത്തുള്ള ഒരു വീടുണ്ട്. ആ വീട്ടിലത്തെ മാങ്ങയാണ് ഈ ഒരു ഓഫീസിന്റെ മുകളിലേക്ക് ചാഞ്ഞ് കിടക്കുന്നത്. അതിൽ നിന്നാണ് ഇവര് പൊട്ടിച്ചത്. ചോദിച്ചിട്ടാ പൊട്ടിച്ചതെന്ന് പറഞ്ഞു ഇവരിൻ്റെ അടുത്ത്.
ഞാനവിടെ കണക്കും കൊടുക്കുന്ന സമയത്ത് ഇവിടെ വീഡിയോ എടുക്കലും ഫോട്ടോഷൂട്ടും ഒക്കെ നല്ല കേമായിട്ട് തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ഫ്രണ്ട്സിനെയും കിട്ടിയിട്ടുണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അവർ നന്നായിട്ട് തകർക്കുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് നല്ല നല്ല വീഡിയോസുമായി കാണും വരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.